മൈൻഡ് ഹാക്കിംഗ് എന്ന ആശയത്തിലെ പ്രധാന തത്വങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. നിങ്ങളുടെ മനസ്സിന്റെ മുഴുവൻ കഴിവും പുറത്തെടുത്ത് ഏത് ലക്ഷ്യവും എങ്ങനെ നേടാമെന്ന് നോക്കാം. നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. ഈയൊരു ചിന്തയുണ്ടല്ലോ, ഒരുപക്ഷെ നിങ്ങൾക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഇതാണ് പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ എവിടെയോ സ്റ്റക്കായിപ്പോയ പോലെ മുന്നോട്ടു പോകാൻ എന്തോ ഒരു കഴിവ് എനിക്കില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്നാൽ കേട്ടോളൂ, ഈ ചിന്തകളെ മറികടക്കാനാണ് മൈൻഡ് ഹാക്കിംഗ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോ എന്താണ് ഈ മൈൻഡ് ഹാക്കിംഗ് എന്ന് പറയുന്നത്? ശരിക്കും എന്താണിത്? സംഭവം വളരെ സിമ്പിളാണ്. പുറത്തുള്ള സാഹചര്യങ്ങളെ മാറ്റാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറില്ലേ? അതിനു പകരം നമുക്ക് പൂർണ്ണമായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അത് നമ്മുടെ സ്വന്തം മനസ്സാണ്. നമ്മുടെ മനസ്സിനെ ഹാക്ക് ചെയ്ത് അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കുന്ന പ്രോസസ്സ്. ഇതിലെ പ്രധാന ആശയം ഇതാണ്: വിജയം എപ്പോഴും തുടങ്ങുന്നത് പുറത്തുനിന്നല്ല, നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാനൊരു ഇരയാണ് എന്ന് ചിന്തിക്കുന്നതിനു പകരം എന്റെ ജീവിതം എന്റെ കൺട്രോളിലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ലീഡറായി മാറുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പിലേക്ക് കടക്കാം. എത്ര വലിയ ലക്ഷ്യവും നേടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ബ്ലൂ പ്രിന്റാണിത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. എങ്ങോട്ടാ പോകുന്നതെന്നറിയാതെ നമ്മളൊരു യാത്ര തുടങ്ങോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണിതും. ആദ്യം തന്നെ നിങ്ങളെ ജീവിതത്തിലെ ആ ബിഗ് പ്രൈസ് എന്താണെന്ന് തീരുമാനിക്കണം. ആത്യന്തികമായി നിങ്ങൾക്ക് എന്താണ് നേടേണ്ടത്? ആ വലിയ ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക എന്നതാണ്. ഒരു ലൈഫ് ടൈം ഗോൾ, അതിനെ ഒരു 5 വർഷത്തെ പ്ലാനാക്കുക. പിന്നെ ഒരു വർഷത്തെ പ്ലാൻ. അവസാനം ഓരോ ആഴ്ചയും എന്ത് ചെയ്യണം എന്നതിലേക്കെത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വലിയ യാത്ര പെട്ടെന്ന് എളുപ്പമായി തോന്നും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ വലിയ ലക്ഷ്യം ഒരു ബാങ്ക് പ്രസിഡന്റ് ആവുക എന്നാണെന്ന് വെക്കുക. അപ്പോൾ നിങ്ങളുടെ വീക്ക്ലി ടാർഗറ്റ് എന്തായിരിക്കും? ഒരുപക്ഷേ ഓരോ ആഴ്ചയും പുതിയ ഒരാളെ പരിചയപ്പെട്ട് നിങ്ങളുടെ നെറ്റ്വർക്ക് വലുതാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു എക്സ്ട്രാ കാര്യം ചെയ്യുക. ഇതുപോലുള്ള ചെറിയ സ്റ്റെപ്പുകൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ പ്ലാൻ മാത്രം മതിയോ? വഴിയിൽ പ്രശ്നങ്ങൾ വരുമല്ലോ. അതിനെ നേരിടാൻ നമ്മൾ തയ്യാറാവണ്ടേ? കാരണം നമ്മൾ എത്ര സൂപ്പറായിട്ട് പ്ലാൻ ചെയ്താലും ജീവിതം ഇടയ്ക്ക് ഓരോ പണി തരില്ലേ? അപ്രതീക്ഷിതമായി ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഇവിടെയാണ് ശരിക്കുള്ള മാറ്റം, നമ്മുടെ പ്രതികരണത്തിൽ. സാധാരണ ഒരാള് അയ്യോ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു മൈൻഡ് ഹാക്കർ ചിന്തിക്കുന്നത് ഓക്കേ, ഇതിൽ നിന്ന് എനിക്കെന്ത് പഠിക്കാൻ പറ്റുമെന്നാണ്. ആ വ്യത്യാസം കണ്ടോ? അതൊരു വെല്ലുവിളിയായി കാണുന്നു. ഈയൊരു പ്രതിരോധശേഷി വരുന്നത് നമ്മുടെ ഇച്ഛാശക്തി, അതായത് വിൽ പവർ സ്ട്രോങ് ആക്കുന്നതിലൂടെയാണ്. അതിനെ ഒരു മസിൽ പോലെ കണ്ടാൽ മതി. നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽസ് സ്ട്രോങ് ആവില്ലേ? അതുപോലെയാണിതും. സെൽഫ് ഡിസിപ്ലിനും ചെറിയ ചെറിയ ത്യാഗങ്ങളുമാണ് ഇതിനുള്ള വർക്കൗട്ട്. അപ്പോ ഈ വിൽ പവർ എന്ന മസിലിന് വർക്കൗട്ട് മാത്രം മതിയോ? പോരാ, അതിന് നല്ല ഫ്യുവൽ, അതായത് നല്ല ഇന്ധനം കൊടുക്കണ്ടേ? കാരണം വളരെ ക്ലിയറാണ്, നമ്മുടെ മനസ്സും ശരീരവും ഒന്നാണ്. രണ്ടും തമ്മിൽ കണക്റ്റഡാണ്. മാനസികമായി ഏറ്റവും മികച്ച നിലയിലെത്തണമെങ്കിൽ നമ്മൾ ശാരീരികമായും ഫിറ്റായിരിക്കണം. ഒന്നിനെ ഒഴിവാക്കി മറ്റൊന്ന് നേടാൻ പറ്റില്ല. നമ്മുടെ എനർജി ലെവൽ എപ്പോഴും ഹൈ ആക്കി വയ്ക്കാൻ കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ ചെയ്താൽ മതി. എപ്പോഴും വെള്ളം കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക, നട്ട്സ് പോലെ നല്ല സ്നാക്സ് കഴിക്കുക. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റമുണ്ടാക്കും. ഇനി പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ എനർജി നഷ്ടപ്പെടുകയല്ല, സത്യത്തിൽ കൂടുതൽ എനർജി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എക്സസൈസ് ഒരു എനർജി പ്രൊഡ്യൂസറാണ്, എനർജി കളയുന്ന ഒന്നല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ വിജയത്തിലേക്കുള്ളൊരു ബ്ലൂ പ്രിന്റുണ്ട്. പ്രശ്നങ്ങളെ നേരിടാനുള്ളൊരു മാനസിക കവചമുണ്ട്. പിന്നെ പ്രവർത്തിക്കാനുള്ള ഇന്ധനവുമുണ്ട്. ഇനി വേണ്ടതെന്താ? ഇതിനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു എഞ്ചിൻ, അല്ലേ? അതാണ് വിഷ്വലൈസേഷൻ. ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു മൈൻഡ് ഹാക്കിംഗ് ടൂളാണിത്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം കിട്ടിക്കഴിഞ്ഞു എന്ന് നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുക. ഒരുതരം മെന്റൽ റിഹേഴ്സൽ. ഇതെങ്ങനെയാണ് വർക്കാവുന്നത് എന്നറിയാൻ നമുക്ക് ജിം ക്യാരിയുടെ കഥ കേൾക്കാം. അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കകാലം 90കളിൽ. അദ്ദേഹം ചെയ്തതെന്താണെന്നോ? സ്വന്തം പേരിൽ $10 മില്യൺ ഒരു ചെക്ക് എഴുതി. അതിൽ അഭിനയ സേവനങ്ങൾക്കും എന്ന് കുറിച്ചുവെച്ചു. വർഷങ്ങളോളം ആ ചെക്ക് അദ്ദേഹം പേഴ്സിൽ കൊണ്ടു നടന്നു. അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു, വെറുമൊരു സ്വപ്നമായിരുന്നില്ല അത്. എല്ലാ ദിവസവും തന്റെ ലക്ഷ്യമെന്താണെന്ന് മനസ്സിനെ ഓർമ്മിപ്പിക്കുന്ന, അതിനുവേണ്ടി പ്രോഗ്രാം ചെയ്യുന്ന ഒരു ടൂളായിരുന്നു ആ ചെക്ക്. അവസാനം എന്താ സംഭവിച്ചത്? 1994 ആയപ്പോഴേക്കും ഓരോ സിനിമയ്ക്കും അദ്ദേഹം അത്രയും തുക വാങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നമ്മുടെ യാത്രയിൽ തിരിച്ചടികളുണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷേ അതുകൊണ്ട് ലക്ഷ്യം ഉപേക്ഷിക്കുന്നത് നമ്മളെടുക്കുന്ന ഒരു തീരുമാനമാണ്.
അത് കാര്യങ്ങൾ കൂടുതൽ മോശമാക്കുകയുള്ളൂ. ഒരു ടയർ പഞ്ചറാകുമ്പോൾ ബാക്കിയുള്ള 3 കൂടി നമ്മൾ തന്നെ കുത്തിപ്പൊട്ടിക്കുന്നത് പോലെയാണത്. അപ്പോൾ ഈ ടൂൾസെല്ലാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ചോദ്യം ഇതാണ്: നിങ്ങളുടെ മനസ്സിനെ ഹാക്ക് ചെയ്യാൻ വേണ്ടി ഇന്ന് നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ആദ്യത്തെ ചെറിയ ലക്ഷ്യം എന്തായിരിക്കും?